രാവിലെ ഇവൻ്റെ കരച്ചിലും കേട്ടിട്ടാണ് എണീച്ച. സംഭവം അവൻ്റെ കഴുത്തിലൊരു മുറിവ് വന്നിട്ട് അവൻ ഒട്ടും വയ്യായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ നേരെ വിളിച്ച് അവൻ്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് അവനങ്ങ് പറഞ്ഞു വിട്ടിട്ട് അവന് ഫുഡ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ അടുക്കളയിലോട്ടങ്ങ് കയറി. ഇന്നത്തെ ചിക്കൻ കറിയിൽ കുറച്ച് മല്ലിയിലയുടെ കുറവുണ്ടായിരുന്നുകൊണ്ട് മല്ലിയിലയും പിച്ചിട്ട് അപ്പം ഉണ്ടാക്കി അവനിക്ക് രാവിലെ ഫുഡ് കൊടുത്തു. ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ ഈ കഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് പോയിട്ട് വന്നപ്പോൾ കുറച്ച് ഗ്ലാസും കൂടെ വാങ്ങിക്കൊണ്ട് വന്നാണേ. കാരണം ഒരു ഗ്ലാസ് പോലും ഇവിടെ ഇല്ല, എല്ലാം ഞാൻ പൊട്ടിച്ച്. ഇപ്പോൾ ലാവിഷായിട്ട് പൊട്ടിക്കാമല്ലോ. ഇനിയിപ്പോൾ നേരെ ചോറുണ്ടാക്കാം. അങ്ങനെ ചോറും ഉണ്ടാക്കി ചിക്കൻ കറിയും വിഴുക്കുമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ. രാത്രിയിലത്തേക്ക് ഇനി കിഴങ്ങ് കറി ആവാമെന്ന് വിചാരിച്ച് കിഴങ്ങ് നേരെ ആയിരുന്നു ഇഞ്ചക്ഷൻ കുക്കറിലാണേ വേഗം വെച്ചിരിക്കണം. മെതിന് അങ്ങനെയുള്ള കുന്ത്രാണ്ടങ്ങളൊക്കെ അരിഞ്ഞ് ഇറക്കി എടുത്തേ. ചോറെടുത്ത് ചിക്കൻ കറിയിലിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ബ്യൂട്ടീഷ്യൻ ആവാമെന്ന് വിചാരിച്ചു. കുറച്ച് മഞ്ഞളും തൈരും എടുത്ത് മുഖത്തോട്ടങ്ങ് തേച്ചേ. മുഖത്ത് തേക്കുന്ന കൂട്ടത്തിൽ കഴുത്തിൽ തേക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ കോഫിക്കോ മുട്ടായി പോലെ ഇരിക്കും. അങ്ങനെ കിഴങ്ങൊക്കെ റെഡിയായി. ഞാൻ കറി അങ്ങോട്ട് സെറ്റാക്കി എടുത്തേ. ഉപ്പ് നോക്കിയപ്പോൾ കറിക്ക് എന്തോ കുറച്ച് മിസ്റ്റേക്ക്. അങ്ങനെ ഞാൻ കുറച്ച് പൊടികളും കൂടെ ഇട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് അതങ്ങ് സെറ്റാക്കി എടുത്തേ. എൻ്റെ കയ്യിലാണെങ്കിൽ ഉടയ്ക്കണ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കണ്ണാപ്പ തവിയിട്ടാണ് എല്ലാ സാധനങ്ങളും ഉടച്ചെടുക്കാറ്. കറി സെറ്റായിട്ട് ഞാൻ ചോറും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി.